ഹരേ കൃഷ്ണ, രാധേ രാധേ, ജയ ശിവശക്തി. നവരാത്രി 4-ാം ദിവസത്തിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം. നവരാത്രിയുടെ 9 ദിവസങ്ങളിൽ ദേവിയുടെ 9 സ്വരൂപങ്ങളെയാണ് നാം പൂജിക്കുന്നത്. എല്ലാ പേർക്കും നവരാത്രി 4-ാം ദിവസത്തിലേക്ക് വീണ്ടും സ്വാഗതം പറയുന്നു. ഇന്ന് ദേവിയുടെ 4-ാം രൂപമാണ്, അതായത് കൂഷ്മാണ്ഡ ദേവിയെയാണ് പൂജിച്ച് ആരാധിക്കുന്നത്. കൂഷ്മാണ്ഡ ദേവി എങ്ങനെയാണ് തൻ്റെ ഭക്തരെ രക്ഷിക്കുന്നതെന്നും ദേവിയുടെ സ്വരൂപം എങ്ങനെയാണെന്നും നോക്കാം. കൂഷ്മാണ്ഡ ദേവിയുടെ സ്വരൂപം ദിവ്യവും അലൗകികവുമാണ്. ദേവി സിംഹാരൂഢയാണ്. ദേവിക്ക് 8 ഭുജങ്ങളാണുള്ളത്. അഷ്ടഭുജങ്ങളിലും ദിവ്യ അസ്ത്രങ്ങളാണ് ദേവി ധരിച്ചിരിക്കുന്നത്. കമണ്ഡലു, കമലം, സുദർശന ചക്രം, കലശം. ദേവിയുടെ കയ്യിലുള്ള കലശത്തിൽ രക്തവും മധുരയും നിറഞ്ഞതാണ്. കൂഷ്മാണ്ഡ ദേവിയുടെ മഹിമയെക്കുറിച്ച് ദേവി ഭാഗവത പുരാണത്തിൽ വിസ്തരിച്ചു പറഞ്ഞിട്ടുണ്ട്. ദേവിയുടെ 4-ാമത്തെ രൂപത്തിലാണ് കൂഷ്മാണ്ഡ ദേവി. ദേവി തൻ്റെ മന്ദസ്മിതത്താൽ ആണ് ബ്രഹ്മാണ്ഡം അഥവാ പ്രപഞ്ചം സൃഷ്ടിച്ചത്. ഇതുകൊണ്ടാണ് ദേവിയുടെ പേര് കൂഷ്മാണ്ഡ ദേവി എന്ന് വന്നത്. സൃഷ്ടിയുടെ ആരംഭത്തിൽ 4 വശവും ഇരുട്ടായിരുന്നു. ദേവി തൻ്റെ മന്ദസ്മിതം കൊണ്ട് പ്രപഞ്ച സൃഷ്ടി നടത്തി. സൂര്യൻ്റെ താപത്തിനെ സഹിക്കാനുള്ള ശക്തി ദേവിക്കുണ്ട്. ദേവിക്ക് ശ്രീഹരിനാരായണനാണ് അധിപതിയായിട്ടുള്ളത്. ദേവി പ്രേമത്തെയും കാരുണ്യത്തെയും പ്രതിനിധീകരിക്കുന്നു. ദേവിയുടെ പേരിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്. കു എന്നതിൻ്റെ അർത്ഥം സൂക്ഷ്മം, ഊഷ്മ എന്ന് വച്ചാൽ ചൂട്, അതുപോലെ അണ്ഡം എന്ന് വച്ചാൽ ബ്രഹ്മാണ്ഡം. ജീവൻ്റെയും ഊർജത്തിൻ്റെയും ഒന്നിച്ചുകൂടലാണ് ദേവിയുടെ നാമം. കൂഷ്മാണ്ഡ ദേവി സൂര്യനെ പോലെ തേജസ്വിയാണ്. ദേവിയുടെ മന്ദസ്മിതത്തിൽ നിന്നാണ് ബ്രഹ്മാണ്ഡത്തിൻ്റെ ഉൽപ്പത്തി ഉണ്ടായത്. അതുകൊണ്ട് ദേവി ബ്രഹ്മസ്വരൂപയുമാണ്. കൂഷ്മാണ്ഡ ദേവി എല്ലാ ജീവജന്തുക്കളും ബ്രഹ്മാണ്ഡത്തിലുള്ള സൂര്യമണ്ഡലം, സമസ്ത ഗ്രഹങ്ങളും ചന്ദ്രനും നക്ഷത്രങ്ങളും ആകാശഗംഗയും ദേവിയാണ് സൃഷ്ടിച്ചത്. ദേവി ഇത്രയും പ്രബലയാണ്. സൂര്യനെ ചുറ്റിയാണ് നിൽക്കുന്നത്. ദേവി നിവസിക്കുന്നത് സൂര്യലോകത്താണ്. ദേവിയുടെ ഈ രൂപം ഊർജം നൽകുന്നതാണ്. ദേവിയുടെ തേജസ് സർവവ്യാപിയും അനന്തവുമാണ്. സൂര്യൻ്റെ താപമില്ലെങ്കിൽ ജീവികൾക്ക് നിലനിൽപ്പില്ല. ഈ താപം ഊർജമായിട്ട് സൂര്യമണ്ഡലത്തിൽ കുടികൊള്ളുന്ന കൂഷ്മാണ്ഡ ദേവിയാണ് എല്ലാ പേരിലും എത്തിക്കുന്നത്. അങ്ങനെ എല്ലാ പേരെയും രക്ഷിക്കുന്നതും കൂഷ്മാണ്ഡ ദേവിയാണ്. ദുർഗാദേവി കൂഷ്മാണ്ഡ ദേവിയുടെ രൂപത്തിൽ സകല സൃഷ്ടികളെയും രക്ഷിക്കുന്നു. ദേവിയാണ് ബ്രഹ്മാണ്ഡത്തിൻ്റെ രചനയും നടത്തിയത്. അതുകൊണ്ട് ദേവിയെ ജഗത് ജനനി എന്നും വിളിക്കുന്നു. ദേവിയെ ആരാധിക്കുന്നത് കൊണ്ട് ബലവും ബുദ്ധിയും വികസിക്കുന്നു. കൂടാതെ ജീവിതത്തിൽ നല്ല നിർണയങ്ങൾ, അതായത് തീരുമാനങ്ങൾ എടുക്കാനുള്ള ശക്തിയും നമുക്ക് കൂടുന്നു. ദേവിക്ക് പൂക്കളും ധൂപവും ദീപവും സുഗന്ധദ്രവ്യങ്ങളും കുങ്കുമം, അക്ഷതം എന്നിവ പൂർണ്ണ ഭക്തിയോടെയും ശുദ്ധിയോടെയും അർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദേവിക്ക് ഹലുവ, അതായത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഹലുവ, ഫലങ്ങൾ, തൈര്, മിഠായി ഇതൊക്കെ ഭോഗമായിട്ട് കൊടുക്കാം. അതായത് പ്രസാദമായിട്ട് നിങ്ങളുടെ സാമർഥ്യാനുസരണം അർപ്പിച്ച് പൂജിച്ച് ആരാധിക്കാവുന്നതാണ്. ദേവിക്ക് ആരതിയും സ്തുതിയും ചെയ്യണം. ദേവിയുടെ ആരതിയൊക്കെ ഉണ്ട്, യൂട്യൂബിൽ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. പൂജയ്ക്ക് ശേഷം പ്രസാദം എല്ലാ പേർക്കും കൊടുക്കണം. ദേവിയുടെ വിശേഷ രൂപത്തിൽ നിങ്ങളുടെ കൃഷ്ണഭക്തിയെക്കുറിച്ചും ഏത് ഭഗവാനെയാണ് നിങ്ങൾക്ക് ഇഷ്ടം ആ ഭഗവാന്റെ കാൽപാദങ്ങൾ പിന്തുടരാനും മരണം വരെ നമുക്ക് അദ്ദേഹം എപ്പോഴും മാർഗദർശനം നൽകാനായിട്ട് അനുഗ്രഹിക്കാനായിട്ടും ദേവിയോട് നമുക്ക് പ്രാർത്ഥിച്ച് പറയാവുന്നതാണ്. അപ്പോൾ കൂഷ്മാണ്ഡ ദേവിയുടെ കഥ ഇതാണ്. നാളെ നമുക്ക് 5-ാം ദിനത്തിൽ അടുത്ത ദേവിയുടെ കഥ കേൾക്കാം. അതുവരേക്കും എല്ലാവർക്കും ഹരേ കൃഷ്ണ, രാധേ രാധേ, ജയ് ശിവശക്തി.